10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്ന് +1 അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് സബ്ജക്റ്റ് എടുത്തോ, സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എന്തോ എടുക്കുന്നത്, നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് മാത്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചു വെച്ചൊരു ചോദ്യം ഇതാ, 2/3 ഡിവൈഡഡ് ബൈ 5, 2/3 ഹോൾ ഡിവൈഡഡ് ബൈ 5. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് 10/3 എന്നൊക്കെ ആൻസർ കിട്ടുന്നുണ്ടോ? അതോ കറക്റ്റ് ആൻസറിലേക്ക് തന്നെ എത്തുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ +1ലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ഫ്രാക്ഷൻസിനെ ഡീൽ ചെയ്യുന്നതും ഡെസിമൽസിൻ്റെ കാര്യമൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ 1 മുതൽ 10 വരെ പഠിച്ചതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചതും ഇതിനെ ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലം എങ്ങനെ ഡിവൈഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വന്നതാണ്. പക്ഷേ എവിടെയോ ഒരു മൊമെൻറ്റിൽ ഏതൊരു സ്ഥലത്ത് നമ്മളൊന്ന് സ്റ്റെക്കായിപ്പോയി. അപ്പോൾ അതൊന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യാം. ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള നോളേജും കാര്യങ്ങളൊക്കെ ആയിട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ എടുക്കും, സയൻസുകാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, മറ്റേത് വിഷയമാണെങ്കിൽ പോലും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. കാരണം മാത്സ് എല്ലായിടത്തും നമ്മൾ കുറച്ച് മാത്സ് പഠിക്കുന്നുണ്ട്. അപ്പം ജനറൽ എങ്ങനെ ആഡ് ചെയ്യണം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുള്ളൂ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോയ, നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങളുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം. നമ്മൾ മടുപ്പിക്കുന്നില്ല, നേരെ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളിതിനെ ഏതൊരു മെത്തേഡിലൂടെയാണ് അല്ലെങ്കിൽ എങ്ങനൊരു അപ്രോച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തത്? 2/3 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ നോക്കുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ഡിവിഷൻ എവിടെയാണ് നോക്കണം. മെയിൻ ഡിവിഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. മെയിൻ ഡിവിഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുകളിലുള്ള 2/3 നമുക്ക് ഒറ്റ ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു ടേം മാത്രമേ മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത്. ഇവിടെ 2/3 ഒരു ഫ്രാക്ഷനാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹരിക്കണമെങ്കിൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. എന്താണ് ഹരിക്കണമെങ്കിൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി? അതായത് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആരാ റെസിപ്രോക്കൽ എടുക്കേണ്ടത്? താഴെയുള്ള ആൾ. അപ്പോൾ താഴെ 5 അല്ലേ ഉള്ളത്? 5 ഒറ്റയ്ക്കാണോ? 5ൻ്റെ താഴെ ഉണ്ട്. 5/1 എഴുതിക്കൂടെടാ. 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5/1 എഴുതിക്കൂടെ? 5/1 എഴുതിക്കൂടെ? അതായത് ഇവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? 2/3നെ നിങ്ങൾക്ക് സിമ്പിൾ ഒറ്റയടിക്ക് നമുക്ക് ആൻസറിൽ എത്താം. നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്നുള്ളൂ. 2/3 നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഡിവൈഡഡ് ബൈ 5/1. ഇനി തിരിച്ചിട്ട് ഗുണിക്കുക. എങ്ങനെ? തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാവും? 2/3 ഇവിടെ ഉണ്ട്, ഇൻറ്റു തിരിച്ചിടാം. ഈ 1/5നെ ഇവിടെ 1/5നെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇൻറ്റു ചെയ്യാം. ഇങ്ങനെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് മുകളിൽ ആരാ വരിക? മുകളിൽ 1/5 എന്ന് വരും. അതായത് നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2 × 1. എവിടെ നമുക്ക് 2 × 1. 2 × 1 എത്രയാണ്? 2 × 1 2 ആണ്. ഡിവൈഡഡ് ബൈ 3 × 5. എവിടെ? 3 × 5. 3 × 5 എത്രയാണ്? അത് 15 ആണ്. കിട്ടിയോ? ഇതാണ് ഇതിൻ്റെ ആൻസർ. 10/3 കിട്ടിയവർക്കൊക്കെ മാറിപ്പോയോ? 10/3 നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? നേരെ 5നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 5നെ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ 2 × 5 10 കിട്ടിയിട്ടുണ്ടാവും. 10/3 കൊണ്ടുകൊണ്ട് 5നല്ല, 5ൻ്റെ റെസിപ്രോക്കലാണ്. ആൻസർ എന്താ കിട്ടുക? 2/15 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇത്തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിനെ ജനറലായിട്ട് ഇതിനെ പറയാം? ജനറലായിട്ട് ഇതിനെങ്ങനെ പറയാൻ നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് 2/3 എന്നില്ല, നമുക്ക് അതിനെ ജസ്റ്റ് A/B എന്ന് എടുക്കാം. എങ്ങനെ എടുക്കണം? A/B എന്ന് എടുക്കാം. ഇതരാം. അതായത് A/B എന്നുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ C. ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താൽ മതി? A/B ഇൻറ്റു C/1 എന്നുണ്ടാവും അല്ലേ? എന്താണ്? C/1 എന്നുണ്ടാവും. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? C/1 എന്നാണോ അതോ 1/C എന്നാണ്ടാവുക? തിരിച്ചിടുമ്പോൾ 1/C അല്ലേ? അതാണ്. തെറ്റിക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രീതിയിൽ എഴുതുന്നത് തെറ്റാണ്. C/1 അല്ല, C/1 ആണ് താഴെ ഉള്ളത്. നമ്മൾ എഴുതുക എങ്ങനെയാണ്? തിരിച്ചാണ്, റെസിപ്രോക്കലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? C/1 പകരം ശ്രദ്ധിക്കണം, C/1 പകരം എന്തെഴുതണം? 1/, അതായത് 1/C എന്ന് എഴുതണം. അപ്പോൾ എന്ത് വരും? A/BC. എന്താണ്? A/BC. കിട്ടിയോ? A/B ഹോൾ ഡിവൈഡ് ബൈ C എന്ന് പറയുന്നത് എന്താണ്? A/B
ഹോൾ ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് A/BC ആണ്. എന്താണ്? A/BC. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നൊന്നും നോക്കണ്ട. ഒരാൾ ഡിവൈഡ് ചെയ്തു, വീണ്ടും അയാളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അരയുടെ പകുതി എത്ര? അരയുടെ പകുതി എത്ര? അരയുടെ പകുതി കാലാണല്ലേ. എന്താണ്? അരയുടെ പകുതി കാല. അര എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. അര എന്ന് പറഞ്ഞാൽ 1/2 ആ. 1/2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2ൻ്റെ പകുതി അരതാണ്. അരയുടെ പകുതി പറയുമ്പോൾ 1/2ൻ്റെ പകുതി. എഴുതിയതിൽ തെറ്റുണ്ടോ? അര എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2യുടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര/2. അതെന്ത് കിട്ടണം? 1/4 കിട്ടണം. അതല്ലേ കാല്. 1/4 എന്ന് പറയുന്നതല്ലേ കാര്യം. അരയുടെ പകുതി എന്ന് പറയുന്നത് കാലാണല്ലേ. നിങ്ങൾക്കറിയാം 1/2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/4 ആണ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1/2 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? 1/2 × 2. A/B ഹോൾ ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് A/BC ആണ്. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തരാം. അത് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. എന്താട്ടോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 4 ഡിവൈഡഡ് ബൈ 5 ഹോൾ ഡിവൈഡഡ് ബൈ 11. ഇനി നമുക്ക് കിട്ടും. എങ്ങനെയാ? ഒന്നുമില്ല. 4 ഡിവൈഡ് ബൈ 11 × 5. 11 × 5 എത്രയാ? 55 ആണ്. 11 × 5 എന്ന് പറയുന്നത് 55. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 4/55 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്തേ. അതായത് എക്സ് ഡിവൈഡഡ് ബൈ വൈ ഹോൾ ഡിവൈഡഡ് ബൈ 2. എന്തായിരിക്കും ആൻസർ വരിക? എക്സ് ബൈ വൈ ഹോൾ ഡിവൈഡ് ബൈ 2. എന്താ ആൻസർ വരിക? എന്താടാ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സ് ബൈ എന്താ കിട്ടുക? 2y ആട്ടോ. x/2y. കിട്ടിയില്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തിലേക്ക് പോവാം. ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞ x/y ഹോൾ ഡിവൈഡ് ബൈ 2 അല്ലേ. അതിനാണ് ചോദിക്കട്ടെ, എക്സ് ഡിവൈഡ് ബൈ y/2. എക്സ് ഡിവൈഡഡ് ബൈ y/2 ഇതിനെങ്ങനെ എഴുതാം? നേരത്തെ ചെയ്ത അതേപോലെ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഇവിടെ ഉണ്ടല്ലേ, ഒറ്റയ്ക്കുള്ള ആളോ ഒറ്റയ്ക്ക് തന്നെ നിൽക്കട്ടെ. എക്സിൻ്റെ താഴെ ആരുണ്ട്? 1 ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മെയിൻ ഡിവിഷൻ എവിടെയാണ് നോക്ക്. എക്സ് ഒറ്റയ്ക്കാണ്. എക്സിൻ്റെ താഴെ എന്തുണ്ട്? 1 ഉണ്ട്. ഇൻറ്റു y/2നെ തിരിച്ചുകൊണ്ട് പോകും. അതായത് y/2ൻ്റെ റെസിപ്രോക്കൽ. y/2 ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ കൊണ്ടുപോയാൽ മതി. എന്ത് വരും? 2/y എന്ന് വരും. എന്ത് വരും? 2/y എന്ന് വരും അല്ലേ. അതാ y/2 ആണോ? അല്ല, 2/y ആട്ടോ. തിരിച്ചിടണം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2x/y എന്ന് വരും. എന്ത് വരും? 2x/y എന്ന് വരും. കുഴപ്പമുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോം ഒന്ന് എഴുതിക്കേ. എങ്ങനെയായിട്ട് എഴുതാം? അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പറയാം? a ബൈ എന്ത്? A/BC. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? A/BCനെ എന്നെ താഴെ 1 ഉണ്ട് ഇൻറ്റു C/B എന്ന് എഴുതാം. അതായത് AC/B. എന്താണ്? AC/B. A/BCനെ നമുക്ക് എങ്ങനെ എഴുതാം? AC/B എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ. ഇതാ എവിടെ 8 സെക്കൻഡ്. ഇതാ നേരത്തെ 2/3/5 എന്നായിരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 3/5. ഇതൊന്ന് ചെയ്തേ. ഈക്വൽ ടു എന്താ കിട്ടുന്നത് നോക്ക്. എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കാര്യം നോക്ക്. ഇവിടെ നോക്ക്. എന്താണ്? AB പ്ലസ് AC ഹോൾ ഡിവൈഡഡ് ബൈ A ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? AB പ്ലസ് AC ഹോൾ ഡിവൈഡഡ് ബൈ A ആട്ടോ. 9 ഒന്നും അല്ലാത്തത് A ആണ്. ഓക്കെ. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇപ്പം മാറ്റി എഴുതുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ചെറുതാക്കുക അല്ലെങ്കിൽ ഷോർട്ടാക്കുക അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ? ഇപ്പോൾ ഫ്രാക്ഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് അല്ലെങ്കിൽ റേഷ്യോ കണ്ടുപിടിക്കുക ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റണ്ടേ? അത് പരമാവധി എത്രയും ചെറുതാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുന്നത്. അപ്പോൾ AB പ്ലസ് AC ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്നതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ നോക്കട്ടോ, ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ABAC രണ്ടിലും A ഉണ്ടോ? രണ്ടിലും A ഉണ്ടോ? രണ്ടിലും A ഉണ്ട് അല്ലേ. രണ്ടിലും A ഉള്ള സ്ഥിതിക്ക് Aനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണ്ടേ? Aനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാ കോമൺ ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതാ Aനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. A എടുത്തു കേട്ടോ. എടുത്തു. കോമൺ ആയിട്ട് ഒരാൾ പുറത്തെടുത്ത് ആര് വേണം? ബ്രാക്കറ്റ് വേണം. ആര് വേണം? ബ്രാക്കറ്റ് വേണം. നോക്കട്ടെ, എ ബിയിൽ നിന്ന് എനെ പുറത്തെടുത്താൽ ബാക്കി ആരുണ്ട്? എ ബിയിൽ നിന്ന് എനെ പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ബി അല്ലേ ഉള്ളൂ.
ബാക്കി ആരുണ്ട്? ബി എ ഉള്ളൂ. അങ്ങനെയാണ് ചോദിക്കട്ടെ. അടുത്ത എന്താ ഉള്ളത്? ഒരു പ്ലസ് ഉണ്ട്. എന്തുണ്ട്? ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസിനെ അതേപോലെ ഇവിടെ ഇട്ട് കൊടുക്കുക. ആ പ്ലസിനെ അതേപോലെ ഇവിടെ ഇട്ട് കൊടുക്കുക. അടുത്ത എ സിയാ. എ സി എന്ന് എഴുതണോ? എ സിയിൽ നിന്ന് എനെ പുറത്തേക്ക് എടുത്തുട്ടാ. എ സിയിൽ നിന്ന് എനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ആരുണ്ട്? സി ആണത്. എന്താണത്? സി ആണത്. സി. ഇനി ആരെങ്കിലും ഉണ്ടോ അപ്പുറത്ത്? ആരുമില്ല. അപ്പോൾ ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യും. ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യും. ഡിവൈഡഡ് ബൈ എ. ഡിവൈഡഡ് ബൈ എ. ഇനി ചോദിക്കട്ടെ മുകളിലും ഒരു എ, മുകളിലും ഒരു എ, ദാ ഇവിടെയും ഒരു എ, താഴെയും ഒരു എ. രണ്ടേനെയും കട്ട് ചെയ്യട്ടെ. രണ്ടേനെയും കട്ട് ചെയ്ത് എഴുതിക്കൂടെ? അതായത് നമുക്ക് രണ്ടേനെയും കട്ട് ചെയ്ത് എഴുതാം. ഒരു കട്ട് ഇതാ രണ്ടേനി കട്ട് ചെയ്തു. എന്താ ആൻസർ കിട്ടുക? അല്ലെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാം? ഈ കണ്ടേ എ ബി പ്ലസ് എ സി ഹോൾ ഡിവൈഡഡ് ബൈ എനെ ബി പ്ലസ് സി എന്ന് എഴുതാം. എന്താണ്? ബി പ്ലസ് സി എന്ന് എഴുതാം. ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞു തരാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആണോ? ഇവിടെ എന്താ ചെയ്തത്? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോകാം. അടുത്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്യും. അതായത് ഇതാ 2x പ്ലസ് 2y ഹോൾ ഡിവൈഡ് ബൈ 2. 2x പ്ലസ് 2y ഹോൾ ഡിവൈഡഡ് ബൈ 2നെ എങ്ങനെ മാറ്റി എഴുതാം? 2 മുകളിൽ 2 2 ഉണ്ട്. 2നെ കോമൺ ആക്കി എടുത്താൽ x പ്ലസ് വൈ. 2നെ കോമൺ ആക്കി എടുത്താൽ x പ്ലസ് വൈ. താഴെ 2 ഉണ്ട്. ആ 2 2 കട്ട് ചെയ്ത് പോയി എന്ത് കിട്ടും? വെറും x പ്ലസ് വൈ എന്ന് കിട്ടും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോവാം. അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതാ എ പ്ലസ് ബി ഹോൾ ബൈ സി. എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഇതൊക്കെ പഠിക്കണം. ഇത് നമുക്ക് എ ബൈ സി എന്ന് എഴുതാം. എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതാം. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ആവശ്യമുണ്ട്. എ പ്ലസ് ബി ഹോൾ ബൈ സി എന്ന് പറഞ്ഞാൽ അത് എ ബൈ സി എന്നും ബി ബൈ സി എന്നാണ്. ഇത് നിങ്ങൾ തെറ്റിക്കും. അതായത് എക്സാമ്പിൾ ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, എക്സാമ്പിൾ ഇട്ട് ഈ ഒരു സാധനം ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം എന്തറിയാം? 2 പ്ലസ് 4 എത്രയാടാ? 2 പ്ലസ് 4 എത്രയാണ്? ഓക്കെ, അത് വേണ്ട. മറ്റൊരു എക്സാമ്പിൾ വെച്ചാൽ 4 പ്ലസ് 6. 4 ആ സി പോയില്ലേ? ഒരു മിനിറ്റ്. അതായത് ബി ബൈ എന്തുണ്ട്? സി ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ. 4 അറിയാം. 4 പ്ലസ് 6 എത്രയാണ്? 6ഉം 4ഉം കൂട്ടി എത്ര? 6ഉം 4ഉം 10. എത്രയാണ്? 6ഉം 4ഉം 10 ഹോൾ ഡിവൈഡഡ് ബൈ 2. അതായത് 6ഉം 4ഉം കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം 10/2 അത് 5 അല്ലേ? 10/2 5. അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 6ഉം 4ഉം കൂട്ടിയ 10/2 ഈക്വൽ ടു 5 ആണ് ആൻസർ. ഈക്വൽ ടു ഇതിനെ ഞാൻ എങ്ങനെ എഴുതാം? ഈ ഒരു ഫോമിൽ എ പ്ലസ് ബി ബൈ സി എന്നല്ലേ? അപ്പോൾ ആ ഒരു ഫോം കറക്റ്റ് ആക്കണമെങ്കിൽ, ഈ ഒരു ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഈ ഫോമിനെ എങ്ങനെ എഴുതണം? 4/2. അതല്ലെങ്കിൽ 4 പ്ലസ് 6/2 എന്നല്ല. അല്ലാതെ അതുപോലെ തന്നെ 4/2 പ്ലസ് 6 എന്നല്ല. രണ്ടിനും ബാധകമാണ്. എന്താണ്? രണ്ടിനും ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതണം? 4/2. ഇവിടെ 4/2 പ്ലസ് 6/2. 4/2 പ്ലസ് 6/2. നിങ്ങൾക്കറിയാം 4/2 എത്രയാണ്? അത് 2 ആണ്. ഈക്വൽ ടു എന്താണ്? 2 ആണ്. പ്ലസ് 6/2 എത്രയാണ്? അതെന്താണ്? അത് 3 ആണ് അല്ലേ? എന്താണ്? 3 ആണ്. 2 പ്ലസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? അത് 5 ആണ്. 2 പ്ലസ് 3 എന്ന് പറയുന്നത് അത് 5 ആണ്. അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ആൻസറിലേക്ക്. കൊച്ചു കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ്? ഇത് മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, വലിയ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ടാവും. അതുകൊണ്ട് വേണ്ടിയിട്ടാട്ടോ അത് പറഞ്ഞു തരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം വരാം. ഇതേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇതാ 2 പ്ലസ് 3 എന്നാണ്. 2 പ്ലസ് 3 ബൈ എക്സ് ഈക്വൽ ടു എന്തെഴുതാം? 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് എന്തെഴുതാം? 2/x പ്ലസ് 3/x. പ്രശ്നമുണ്ടോ? 2/x പ്ലസ് 3/x എന്ന് എഴുതാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത കാര്യത്തിലേക്ക് പോട്ടെ. ചെറിയൊരു കാര്യം കൂടി ഇങ്ങോട്ട് പറയുന്നുള്ളൂ. അതായത് വല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട. ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയോ? അല്ലെങ്കിൽ വേണ്ട, 2 നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം? 2 നമ്പർ ആഡ് ചെയ്യാം. അതായത് 1 പ്ലസ് 2 എങ്ങനെ ആഡ് ചെയ്യാം? 3 കൈമ ആഡ് ചെയ്യാം, മനസ്സിലായി ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, 2 ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം? ഞാൻ പറയട്ടെ. നിങ്ങൾക്കറിയാം കാലും കൂട്ടി എത്രയാണ്? നമ്മളെപ്പോഴും കാലും വെച്ച് കളിച്ചത്. കാലും എത്രയാണ്? കാല് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നോക്കിയാൽ മതി. അതായത് കാലും എത്രയാണ്? കാല് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4. അടുത്ത കാല് 1/4.
കാലും കൂട്ടി എത്ര കിട്ടണം? അര കിട്ടണം. അരാന്ന് പറഞ്ഞാൽ 1/2 ആ. അരാന്ന് പറഞ്ഞാൽ 1/2 ആ. അതായത് ഞാൻ ചോദിക്കട്ടെ, ഈ 1 കൂട്ടിയ 2 അല്ലേ? 1 കൂട്ടിയ 2 അല്ലേ? 4 കൂട്ടിയ 8 അല്ലേ? പിന്നെ എങ്ങനെ ഈ ഒരു 2ലേക്ക് എത്തി? അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 1 + 1 എന്ന് പറയുന്നത് 2 ആണല്ലേ? താഴെയുള്ള ആൾ എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ അതുപോലെ തന്നെ റിമെയിൻ ചെയ്യണം, അതേപോലെ തന്നെ എഴുതണം. 2/4 എന്നാ. 2/4 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? 2/4 എത്ര 2 ഉണ്ട്? 2 എത്ര 2 ഉണ്ട്? 1 ഉണ്ട്. 4 എത്ര 2 ഉണ്ട്? അത് 2 ആണ്. അപ്പോൾ 1/2. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാനൽ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഇത്തരം ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ ജനറൽ ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? അതായത് ഇവിടെ a/b + c/d. ഇവിടെ മുകളിലുള്ള രണ്ടാളും സെയിമാ, താഴെയുള്ള രണ്ടാളും സെയിം ആകുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. താഴെയുള്ള രണ്ടാളും ഒരേപോലെയാണെങ്കിൽ താഴെയുള്ള ആൾ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? പക്ഷേ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അതായത് 1/2 + 2/3 ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനെങ്ങനെ ചെയ്യാം? അതായത് a/b + c/d ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം? ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുന്ന സമയത്ത് AD ചെയ്യുക. പിന്നെ BC ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? BC ചെയ്യുക. AD ചെയ്യുക, BC ചെയ്യുക, പിന്നെ BD ചെയ്യുക. കിട്ടിയോ? അതായത് AD + BC / BD ഇങ്ങനെ ആഡ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്, അതായത് ക്രോസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. AD + BC / BD. ഒരു പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കൂ. ഇത് ക്ലിയർ ആണോ? ഇതൊക്കെ അറിയണം കേട്ടോ. എങ്ങനെയാണ് 2 ഫ്രാക്ഷൻ ആഡ് ചെയ്യുക എന്നുള്ള ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണേ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്തേ. അതായത് 1/2 + 3/4. 1/2 + 3/4. ഇതിങ്ങനെ ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാം അരയെ കൂടെ 3/4 കൂട്ടിയാൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആൻസറിലേക്ക് ഏതാണ് ആൻസറിലേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ ആൻസറിൻ്റെ ഒരു റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കുക. 3/4 3/4 എന്ന് പറഞ്ഞാൽ 3/4 അല്ലേ? ഈ 3/4 കൂടെ അര കൂട്ടിയാൽ 1 കാല്, അപ്പോൾ 1 1/4. 3/4 കൂടെ അര കൂട്ടിയാൽ 1/4 എന്ന് കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞേ AB, ഇതിലേതാ A? ഇത് A/B, ഇതെന്താ C/D. കിട്ടിയോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 4. 1 × 4 എന്ന് പറഞ്ഞാൽ അത് 4. 1 × 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. നടുക്കാരിടുന്നുണ്ട്, പ്ലസ് ആണ് ഇടുന്നത്. കാരണം എന്താ? ഇവിടെ പ്ലസ് ആണുള്ളത്. ഓക്കെ. അടുത്ത എന്ത് ചെയ്യണം? 2 × 3. 2 × 3 എന്ന് പറഞ്ഞാൽ 3 2 6 ആണ്. ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 ആണ്. 6 × 4 10 അല്ലേ? 6 × 4 10. 10/8. ചെറുതാക്കാൻ പറ്റുമോ? ചെറുതാക്കുന്ന സമയത്ത് എന്ത് വെച്ച് ചെറുതാക്കാം? 2 വെച്ച് ചെറുതാക്കാം. എത്ര 2 ഉണ്ട്? 10 എത്ര 2 ഉണ്ട്? 10 5 2 ഉണ്ട്. = 5/5. 8 എത്ര 2 ഉണ്ട്? 8 4 2 ഉണ്ട്. 5/4 എന്ന് കിട്ടും. അങ്ങനെ കേട്ടോ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? കിട്ടിയില്ലേ? 5/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടണം? 1/4 കേട്ടോ. 1.25 എന്ന് കിട്ടും. 1.25 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 1.25 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി അടുത്തൊരു പാർട്ട്. അപ്പോൾ ഈ ഫ്രാക്ഷനും അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഈ ഒരു ചാനലിൽ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ തോട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മാത്സിൽ എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം +1ലേക്ക് പോകാൻ. അത് സയൻസുകാരാണെങ്കിലും ഏത് സബ്ജക്റ്റ് എടുക്കുന്നവരാണെങ്കിലും. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.